വിരസമാകാമായിരുന്ന ഒരു റിട്ടയർഡ് ജീവിതത്തിന് കണ്ണാടിത്തിളക്കം സമ്മാനിച്ച് അമൂല്യമായ ചില്ലുകുപ്പികളുടെ ശേഖരത്താൽ നിറഞ്ഞിരിക്കുകയാണ് പാലാ പൂവരണി കൊല്ലക്കൊമ്പിൽ KT ജോസഫിന്റെ വീട്. കുപ്പികൾ ചിട്ടയായി അടുക്കി വെക്കാൻ സ്ഥലമില്ലാത്തതിനാൽ വീടിന്റെ ടെറസിന്റെ മുകളിൽ അലൂമിനിയം ഷീറ്റിട്ട് പ്രത്യേക തട്ടിൽ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്ന വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കുപ്പികളാണ് ജോസഫ് സാറിന്റെ ശേഖരത്തിലുള്ളത്. സാമൂഹ്യശാസ്ത്ര അധ്യാപകനായി മുണ്ടക്കയത്തിനടുത്തുള്ള മുക്കളം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് 56-ാം വയസ്സിൽ വിരമിച്ച ജോസഫ് സാറിന്റെ ഈ ഹോബിക്ക് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ പറമ്പിലൂടെ കാട് വെട്ടിത്തെളിച്ച് നടന്നപ്പോൾ കുട്ടികൾക്ക് പണ്ട് മരുന്ന് നൽകിയിരുന്ന ഒരു ഔൺസ് കുപ്പി ലഭിച്ചു. ഇളം പച്ച നിറത്തിലുള്ള കുപ്പിയിൽ ചെറിയ വരയിട്ട് അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകം തോന്നി. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുപ്പികൾ ശേഖരിച്ചുകൂടാ? 30 വർഷം കൊണ്ട് അപൂർവമായ 5000 കുപ്പികളാണ് ജോസഫ് ശേഖരിച്ചത്. പെൻഷൻ പറ്റി കുറേ കാലം ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന ദിവസം പറമ്പിൽ നടന്നപ്പോൾ എനിക്കൊരു ഔൺസ് കുപ്പി കിട്ടി. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നപ്പം ഭാര്യയും പിള്ളേരൊക്കെ ഔൺസ് കുപ്പിയെ പറ്റി പരിചയമില്ല. ഔൺസ് കുപ്പിയിൽ ഇങ്ങനെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, അത് കണ്ടപ്പോൾ അവർക്ക് കൗതുകം തോന്നി. അപ്പോൾ എനിക്കൊരു പുതിയ ഐഡിയ തോന്നി. പിള്ളേർ ഈ പഴയ കാലത്തെ കുപ്പികളൊന്നും കണ്ടിട്ടില്ലല്ലോ, ചുമ്മാ ഇരിക്കുമ്പോൾ കുറേ കുപ്പി ശേഖരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തപ്പിപ്പോൾ 10-15 കുപ്പി പലതരത്തിലുള്ള മരുന്നിൻ്റെയും മറ്റും ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത വീടുകളിലൊക്കെ പല വീടുകളിലും പോയി വെറുതെ വീട്ടിലിരിക്കല്ലേ, കുപ്പികൾ പെറുക്കാൻ തുടങ്ങി. ആൾക്കാർ ചിരിയും തുടങ്ങി. കാലക്രമേണ കുറേ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുറേ കുപ്പികൾ ശേഖരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇല്ല. ഗ്ലാസ് ബോട്ടിൽ തൂത്തിരിക്കുന്ന തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് മരുന്നെല്ലാം തന്നെ. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ആരും വിദേശത്തു നിന്ന് സ്പ്രേയോ അതുപോലുള്ള ഒന്നും കൊണ്ടുവരുന്നില്ല. കുപ്പിയില്ല, സ്പ്രേയും ഇല്ല. അങ്ങനെ കിട്ടിയ ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയ കുപ്പികളെല്ലാം അങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നു. കാറിന്റെ ആകൃതിയിലുള്ള കുപ്പി, സ്വർണ്ണ നിറത്തിലുള്ള പെർഫ്യൂം കുപ്പി, 1930കളിലെ നിപ്പിൾ കുപ്പി, ചതുരംഗ കരുക്കളിന്റെ രൂപത്തിലുള്ള കുപ്പി എന്നിവ ഇവിടെ കാണാം. വില കൂടിയ കുഞ്ഞൻ കുപ്പി എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. ചൈനീസ് കുപ്പി ആ രാജ്യവുമായി നമുക്കുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മത്സ്യത്തിൻ്റെയും പക്ഷിയുടെയും തലയുള്ള കുപ്പികൾ അപൂർവമാണ്. അച്ഛൻ്റെ സഹായമില്ലാതെ കൈകൊണ്ട് നിർമ്മിച്ച കുപ്പി, വിരലിൻ്റെ കനം പോലുമില്ലാത്ത ഗുളികക്കുപ്പി, അപൂർവ ആകൃതിയിലുള്ള സ്പ്രേ കുപ്പി എന്നിവ കൗതുകകരമാണ്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഗരുഡന്റെ കുപ്പി വർഷങ്ങൾക്ക് മുമ്പ് 50 രൂപ കൊടുത്തു വാങ്ങിയതാണ്. ലിമിറ്റഡ് എഡിഷൻ മാത്രമുണ്ടായിരുന്ന ഒരു കുപ്പി 15,000 രൂപ മുടക്കിയാണ് തൻ്റെ ശേഖരത്തിലേക്ക് ജോസഫ് കൂട്ടിയത്. കുപ്പിക്കുള്ളിലെ കറങ്ങുന്ന പാവ ആശ്ചര്യം ജനിപ്പിക്കും. ചാവി കൊടുത്താൽ ഇത് കറങ്ങുന്നത് കണ്ടിരിക്കേണ്ടതാണ്. ജോസഫ് സാറിൻ്റെ ഭാര്യ ഏലിയാമ്മ 13 വർഷം മുമ്പ് മരിച്ചു. 3 മക്കൾ: ലക്കിയ, ആഗ്നസ്, ടോജി. ജോസഫ് സാർ തൻ്റെ ഹോബി അവസാനിപ്പിച്ചിട്ടില്ല. കുപ്പി ബോട്ടിലുകൾ ഇപ്പോൾ കുറവായതിനാൽ അങ്ങനെ കിട്ടാറില്ല. പരിചയക്കാർ ചിലപ്പോൾ കൊണ്ടുകൊടുക്കും. തൻ്റെ ഈ അപൂർവ ശേഖരം വരും തലമുറയ്ക്ക് കാണാനായിട്ടാണ് 30 വർഷമായി ഓരോ ഇടങ്ങളിലും ഈ മനുഷ്യൻ അലഞ്ഞു നടന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പരതി. വയസ്സ് 86ആയി. തൻ്റെ കാലശേഷം ഈ കുപ്പിശേഖരം എന്തു ചെയ്യും? മകൻ ടോജിയിലാണ് പ്രതീക്ഷ മുഴുവൻ. കുപ്പയിൽ വലിച്ചെറിഞ്ഞ കുപ്പികളിൽ ഒരു അപൂർവ ഹോബി വിരിയിച്ചെടുത്ത തൻ്റെ പിതാവിൻ്റെ അധ്വാനം ഒരിക്കലും വഴിയിലെറിയില്ലെന്ന് ടോജി പറഞ്ഞപ്പോൾ ജോസഫ് സാറിൻ്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരി സ്ഫടിക കുപ്പികളിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ തോന്നി. ട്രാവൻകൂർ ടെലിവിഷൻ, തിരുവല്ല.